ഇത് നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ മെയിൽ എന്നാണ് തോന്നുന്നത്. WAP 7 വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്നത് ജനശതാബ്ദിയാണ്. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിയാണ് അല്ലേ. ഈ വണ്ടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പട്ടിയുടെ ഉറക്കമുണ്ട്. ഇതും ചെന്നൈയാണ്, പക്ഷേ ആലപ്പുഴ പോകുന്ന ചെന്നൈയാണ്. ആലപ്പുഴ വഴി പോകുന്ന ചെന്നൈയാണ്. ഏത് വണ്ടിയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ കോച്ചാണ്. ഇപ്പോൾ ക്ലീനിങ് കഴിയാതെ ആരും കയറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈസ്, എനിക്കതിൻ്റെ സംശയം നിന്ന് കേട്ടോ. ഇത് സൂപ്പർ ഫാസ്റ്റാണ്. അപ്പത്തിറക്കുന്നത് മെയിലും. ഇത് പഴയ കോച്ചാണെന്നുണ്ടല്ലോ, വൃത്തിയായിട്ട കോച്ചാണ്. സെക്കൻഡ് ക്ലാസ് ലാസ്റ്റാണ്. കണ്ടത കോച്ചാണ്. 2016 മെയിലാണ്. ഈ 16 ഇതാണ് 2016 മെയിൽ കോച്ചാണ്. 16 മേടിലെ കോച്ചാണ്. 2016 പഴയ കോച്ചാണ്. ഇത് D1 ആണ്. നമുക്ക് D3 ആണ്. അപ്പോൾ ഇവിടെ ക്ലീനിങ് കഴിയാതെ കയറണമെന്ന് പറഞ്ഞു. കയറിയ ശേഷം നമുക്ക് ജനശതാബ്ദി കയറാത്തവർക്ക് വേണ്ടി എൻ്റെ ഉള്ളിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വഹിച്ചുകൊണ്ട് പോകുന്ന WP4 ലോക്കോമോട്ടീവ്. ജനശതാബ്ദി വഹിക്കുന്നത്. ഗൈസ്, എന്തൊരു തേപ്പാന്നുണ്ടോ. രണ്ടും ഒരേ ഇതാണ് കേട്ടോ. സെക്കൻഡ് സീറ്റ് അല്ലേ, അത് കുഷിനാണ്. എന്നാൽ ഇവിടെ വരുമ്പോൾ കുഷിനല്ല കണ്ടോ. രണ്ടും ഒരേ കോച്ചാണ്. ഇത് രണ്ട് രീതിയാണ് വച്ചിരിക്കുന്നത്. എന്തൊരു തേപ്പ. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ പിടിക്കുകയാണ്. ഇപ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ദേ ഭാരത് വരുമെന്ന് പറഞ്ഞു. നോക്കാം. ഇവിടെ വന്ദേ ഭാരത് ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് വന്ദേ ഭാരതൊക്കെ കാണാൻ കഴിഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ട്രെയിൻ സ്പീഡ് കൂട്ടും. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ജനശതാബ്ദിയും കയറി. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ ട്രെയിൻ വീഡിയോ ആണിത്.
നമ്മളങ്ങനെ ട്രിവാൻഡ്രം നോർത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഏതൊക്കെയോ ട്രെയിൻ കിടപ്പുണ്ട്. സ്റ്റോപ്പില്ല, ഇവിടെ സ്കിപ്പ് അടിക്കും വേണ്ടി. എന്നാലും നമുക്ക് തിരുവനന്തപുരത്തിന് 3 സ്റ്റേഷൻ ഉണ്ടല്ലോ. ഒന്ന് സെൻട്രൽ, മറ്റൊന്ന് സൗത്ത്, വേറൊന്ന് നോർത്ത്. അപ്പോൾ നമ്മൾ നോർത്തിലേക്ക് പ്രവേശിച്ചു. അതിലൂടെ വീഡിയോ എടുത്തത്. ഒരു അടിപൊളി വണ്ടി. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. ഞാൻ തേഞ്ഞോട്ടോ ഇവിടെ സ്കിപ്പ് അടിക്കാൻ വിചാരിച്ചപ്പോൾ നിർത്തി. സംഭവം പിടിച്ചിടലാണ്. നോർത്തിൽ വണ്ടി പിടിച്ചിട്ടു. ഞാൻ തേഞ്ഞു ഗൈസ്. ഇവിടെ സ്കിപ്പ് അടിക്കാൻ വിചാരിച്ചപ്പോൾ വണ്ടി ഇവിടെ നിർത്തി. ഇവിടെ ഇറങ്ങാനൊക്കെ കയറാൻ ആളില്ല, പക്ഷെ വണ്ടി സ്കിപ്പ് അടിക്കുന്നതിന് പകരം ഇവിടെ പിടിച്ചിട്ടു. അതാണ് സംഭവം. ഇനി ഏതാ വണ്ടി? ഇത് കണ്ണും കാണുന്നില്ല. എന്നൊക്കെ അത്ര വിത്തിരി പോയെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. മേളുണ്ട്, കുഴപ്പമില്ലാത്തൊരു ബാത്റൂമാണ്. അത്ര വൃത്തിയൊന്നും പോരാ. ഫ്രഷ് ചെയ്യുമ്പോൾ വെള്ളം നമുക്ക് വലിച്ച് അടയ്ക്കാം. എവിടെയും കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പുറത്ത് കാണുന്നത് നമ്മുടെ ആലപ്പുഴ പോകുന്ന റൂട്ടാണ്. ഇപ്പോൾ ഈ ട്രാക്ക് ഡിവൈഡ് ആയി പോകുന്നത് നമ്മുടെ കായംകുളം ജംഗ്ഷനിൽ നിന്ന് കോട്ടയത്തോട്ട് ആലപ്പുഴയോട്ട് പോകുന്ന ട്രാക്കുകൾ ഡിവൈഡ് ആകുന്നു. അതെല്ലാവർക്കും ഏകദേശം ആൾക്കൊക്കെ അറിയാം. അപ്പോൾ ഞാനിപ്പോൾ ട്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നിൽക്കുന്നത്. ആ ട്രാക്ക് കാണുന്ന ട്രാക്ക് ആലപ്പുഴയിൽ പോകുന്നതാണ്. നമ്മുടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടയത്ത് പോകുന്നതാണ്. നമ്മൾ കോട്ടയത്ത് പോകുന്നു, അത് ആലപ്പുഴയിലേക്ക് വളഞ്ഞു പോകും. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അങ്ങനെ നമ്മുടെ ജനശതാബ്ദിനെ ഒരു സ്റ്റേഷനിലോട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. ഏതോ ഒരു ലോക്കൽ സ്റ്റേഷൻ, എന്നൂടാ ഒരു ഫെസിലിറ്റീസും ഇല്ലാത്ത സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെ 15-20 മിനിറ്റോളം വണ്ടിയെ പിടിച്ചിട്ടു. ഇപ്പോൾ അങ്ങനെ എടുത്തു വണ്ടി. കൊള്ളാം. എന്താ
അങ്ങനെ നമ്മൾ ജനശതാബ്ദി വിട്ടിട്ട് എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. നമ്മളെന്തായാലും കണ്ണൂർ വരെ ഒന്നും പോകുന്നില്ല, തിരിയൂർ വെച്ച് യാത്ര അവസാനിപ്പിക്കുകയാണ്.